ഹായ് കൂട്ടുകാരെ, ഇന്ന് മാങ്ങേൻ്റെ ഒരു ഷേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ എന്നും ഷേക്കും ജ്യൂസൊക്കെ ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ചിക്കു വാങ്ങുമ്പോഴാണ് മോൻ അധികം പറയുക കട്ടപ്പാൽ വാങ്ങണം, നമുക്ക് ഷേക്ക് അടിക്കാമെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇതാ മാങ്ങ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് പറഞ്ഞത് എന്നാൽ മാങ്ങൻ്റെയും കൂടി ഷേക്ക് ആക്കാമെന്ന്. അങ്ങനെയാണ് ഈ മാങ്ങൻ്റെ ഒരു ഷേക്ക് കൂടി ഇന്നിപ്പോൾ ഉണ്ടായത് കേട്ടോ. അപ്പം ഇനി പഴമൊക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാര ഇടുക. അപ്പം അത് നമ്മൾ മാങ്ങയൊക്കെ എടുത്തതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് കട്ടപ്പാലും. നമുക്കൊരു കട്ടപ്പാലുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചായ വേണ്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഇതുപോലൊരു ഷേക്കൊക്കെ അടിച്ചവർക്ക് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെന്ന് മാത്രം വാങ്ങിയോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടോ പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതാ മാങ്ങയ്ക്ക് മഞ്ഞ കളർ ലേശം കുറവുണ്ട് കേട്ടോ. മഞ്ഞ തന്നെയാണ്, ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർ കുറവുള്ളൂ. മാങ്ങൻ്റെ കളറിനനുസരിച്ച് മാങ്ങയും പാലും കൂടിയൊക്കെ വരുമ്പം കട്ടപ്പാൽ വരുമ്പം ഇങ്ങനെ കളർ ഈ ഇതിലേക്ക് വരുന്ന. അപ്പോൾ ഇതാ മോന് നേരത്തെ ഇവിടെ ചിക്കു അടിച്ചിട്ടോ. അതിൻ്റെ മുകളിൽ ഇതാ ആ ബൂസ്റ്റ് കുറച്ച് ഇട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളി ജ്യൂസായി. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വല്ല ഗസ്റ്റ് വരുമ്പോഴോ ഇനി സ്വന്തം ഒന്ന് എന്തായാലും ഒരു കട്ടപ്പാൽ ഏതായാലും വാങ്ങിക്കോളി. എന്നിട്ട് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചു നോക്കുക. ഇനി പഴം ഉണ്ടെങ്കിൽ പഴം വെച്ച് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് കാരയ്ക്ക് ബദാമൊക്കെ ഇട്ട സൂപ്പർ ഷേക്കും ഉണ്ടാക്കാം കേട്ടോ.